പൊന്നോക്കളെ നമ്മളിപ്പോ വന്ന് നിൽക്കണ വൺ ഡേ ട്രിപ്പിനൊക്കെ പറയാൻ പറ്റിയ അടിപൊളി സ്ഥലത്താണ്. എവിടെയെന്നല്ലേ നമ്മുടെ ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് ആണ്. ഗൈസ് നമ്മള് അങ്കമാലിന്ന് ഒരു 3 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ഇവിടേക്ക് 2.5 മണിക്കൂറത്തെ ദൂരം ഉണ്ടാവും. വണ്ടി അവിടെ വരെ വരുള്ളൂ. ഇത് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡാണ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഹൈറ്റിലാണ്. വൺ ഡേ ട്രിപ്പ് ഒക്കെ വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണിത്. നമ്മപ്പ ഈ താഴ്വാരത്ത് നിന്നാണ് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി പൊക്കത്തോട്ട് കയറി വന്നത്. ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ 3 മണിയപ്പോ തന്നെ ഉണ്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതൊക്കെ കോടയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെന്താണെന്ന് അറിയോ ഇങ്ങനെ നോക്കി നിൽക്കണേ, എങ്ങനെ അവിടം വരെ എത്തും എന്നുള്ള ചിന്തയിലാണ് ഇവര് നിൽക്കണത്. ഇവിടെ കയറുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം വേറൊന്നല്ല, വഴുക്കം പിടിച്ച കല്ലുകളാണ്. പാറകളൊക്കെ നിറച്ചും വഴുകി പോണേന്. എന്റെ ചേച്ചി വരെ പേടിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും പേടിച്ചായിരുന്നു. തെന്നിയെങ്ങനെ വീണാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഒത്തിരി വഴക്കം പിടിച്ച സ്ഥലമാണ്. നമ്മൾ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നതിന്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്. മല കയറാൻ എങ്ങനെയുണ്ട് മല കയറാൻ? മഞ്ചേട്ടാ മല കയറാൻ എങ്ങനെയുണ്ട്? ഞങ്ങള് കല്ലിന്റെ അവിടെ എത്താറായിക്കാണ്. ഞങ്ങളെല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു കയറ്റം? അതെ ഇതേപോലെ വഴുക്കം പിടിച്ച കല്ലുകളാണ് ഇതുള്ളത്. ഇതേപോലെ വഴുക്കായ കല്ലാണ്. നമ്മളിവിടുന്ന് പോകുമ്പോ മല കയറുമ്പോൾ കാലൊക്കെ സ്ലിപ്പാവാണ്ട് നോക്കണേ. അതുമാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിടിച്ചു കയറാനായിട്ട് വടികളുണ്ട്. പക്ഷേ വടികൾ ഉണ്ടെങ്കിലും നമ്മ ഈ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അവർ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇത്തിരി ഇളകിയ കമ്പിയാണ്. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണേ. നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വരാനൊക്കെ അടിപൊളിയാണ്. നമുക്കപ്പോ നമ്മളിവിടെ വന്ന ഫ്രണ്ട്സിനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ് എന്ന്. ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോട്ടെ. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ് ഒക്കെ? എങ്ങനെയുണ്ട്? ഹലോ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രക്കിംഗ് ഒക്കെ? പറഞ്ഞു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വരാനായിട്ട് പിന്നെ ഒറ്റയ്ക്ക് വരാം. പീസ്ഫുൾ ഏരിയ അല്ലേ? ഇവിടെ നല്ല പീസ്ഫുൾ പ്ലേസ് ആയതുകൊണ്ട് ഞങ്ങളുടെ നല്ല രീതിക്ക് കാറ്റ് കൊള്ളണേനെ. നമ്മിപ്പ ആ ബാക്ക് സൈഡിന്റെ അവിടെ നിന്നാണ് കയറി വന്നത്. നമ്മ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് മല പതിയെ ഇറങ്ങണേണ്. മല ഇറങ്ങുമ്പോഴാണ് വീണ്ടും നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ കയറിയ പോലെ അല്ല മല ഇറങ്ങാനായിട്ട്. മല ഇറങ്ങുമ്പോൾ നമ്മൾ പട്ടേന്ന് പറഞ്ഞ് വേഗം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ ഈ മല ഇറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മല ഇറങ്ങാനായിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിക്ക് വഴുക്കനുള്ളതുകൊണ്ട് പിടിച്ച് വേണം മല ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങാടൊന്ന് നോക്കി നമ്മ അറ്റത്തുനിന്നാണ് ഇങ്ങാടേക്ക് കയറി വന്നത്. എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നു. പിന്നെ അതേപോലെ നിങ്ങൾ മല കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും നിങ്ങളുടെ കയ്യിൽ വല്ല വാട്ടർ ബോട്ടിലോ പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അലക്ഷ്യമായിട്ട് പ്രകൃതിയിൽ അങ്ങനെ വലിച്ചെറിയരുത്. കാരണം പ്രകൃതി നമുക്ക് കാണാൻ വേണ്ടി ഒരുക്കി വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. മല ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് അരുവിക്കൽ ചാലിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇല്ലിക്കൽ കല്ലിലോട്ടേക്ക് പോണവർ എന്തായാലും സൂക്ഷിച്ചു പോവുക. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട്, എല്ലാവരും സൂക്ഷിച്ചു പോവുക. ഓക്കെ, അരുവിക്കൽ ചാലില് ഹിഡൻ സ്പോട്ടായ ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ പോലെയാണ്. നിങ്ങൾക്ക് കാണണ്ടേ? ഇതിന്റെ ഷോർട്ട് വ്ലോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.